ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡാണ് കേട്ടോ. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 സോഷ്യൽ സയൻസിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ PSCൻ്റെ സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പോർഷൻസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പിന്നെയും കുറേ എക്സാംസ് ഇനി നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നാളെ ആണെങ്കിൽ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് എക്സാം ആണെങ്കിലും ഏതൊരു PSC എക്സാം ആണെങ്കിലും നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടൻറ്റുകൾ. അതായത് ക്ലാസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യലും സയൻസും പോർഷൻസും ഒക്കെ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതൊന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കണ്ടൻറ്റ് തന്നെ അതേപോലെ സെയിം സെൻറ്റൻസ് ഒക്കെ അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ കംപ്ലീറ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്ററാണ് ഇന്ന് പഠിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട്. ഇത് കുറച്ചൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് വായിച്ചു പോകുന്നില്ല കേട്ടോ. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത് സ്റ്റുഡൻസിനായതുകൊണ്ട് കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അത് ലക്ഷ്യപ്രമേയമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വായിച്ച് നോക്കാമെന്നേ ഉള്ളൂ. ഇതിലൊന്നും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്നുമില്ല. വേണമെങ്കിൽ ഇത് ഒന്ന് വായിക്കാം. ലക്ഷ്യപ്രമേയത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതിൽ പറയുന്ന കുറച്ച് ആശയങ്ങളാണ് കൊടുത്തത്. ലക്ഷ്യപ്രമേയം എന്താണെന്ന് അറിയുമായിരിക്കുമല്ലോ അല്ലേ. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ളതാണ് ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. അതിലുള്ള കുറേ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഭരണഘടനയിലേക്കും എടുത്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉദ്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിന് പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ കുറച്ച് ആശയങ്ങളാണ് നമ്മളിപ്പം വായിച്ചിട്ടുള്ളത്. നമുക്കതിൽ പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നും ചോദിക്കാം. ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇനി ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് പഠിച്ചു വയ്ക്കണം, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂസിങ് ആക്കി തരും. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചു വയ്ക്കണം. നമ്മുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം തുടങ്ങുന്നത്. പിന്നെ പറയുന്നത് ആ ഒരു ഓർഡർ, ഇന്ത്യ എങ്ങനെയാണ് പറയുന്നത്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ആ ഒരു ഓർഡറും തെറ്റിപ്പോവരുത്. അതുകൊണ്ട് തന്നെ അതിനൊരു കോഡുണ്ട്, പസമജറി എന്ന് പറഞ്ഞിട്ട്. പസമജറി എന്ന് വെച്ചാൽ പ ഫോർ പരമാധികാര,
സ സ്ഥിതി സമത്വ, മ മതേതര, ജ ജനാധിപത്യ, റി റിപ്പബ്ലിക്. അങ്ങനെ പസമ ജെറി എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പഠിച്ചു വയ്ക്കാം. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ ഭാരതത്തെ പറ്റി പറയുന്നത്. അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ്. അത് പഠിച്ചു വയ്ക്കണം. ഈ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? 1949 നവംബർ 26 എന്താണ്? ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യുന്നു? ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റാണ് ഈ ഒരു ഡേറ്റ്, 1949 നവംബർ 26 എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ്. പിന്നെ 2 അമെൻഡ്മെൻറ്റുകൾ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ പരമാധികാര, സ്ഥിതി സമത്വം, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ ഈ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ എന്ത് ചെയ്തതാണ്? കൂട്ടിച്ചേർത്തതാണ്. ഒരു അമെൻമെൻറ്റ് പ്രകാരം, ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകളാണ്. അവ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണെന്നുള്ളത് ചോദിക്കാം. 1976 42-ാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അത് പഠിച്ചു വയ്ക്കണേ. 1976 42-ാം ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അതേപോലെ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്നില്ലേ, അത് ആദ്യം ഉണ്ടായിരുന്നത് ഐക്യം എന്നും രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളത് മാത്രമായിരുന്നു. അത് മാറ്റിയിട്ട് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കിയതും 42-ാം ഭേദഗതി പ്രകാരമാണ്. 2 കാര്യങ്ങളാണ് അതിൽ ചെയ്തത്. 1976 42-ാം ഭേദഗതി പ്രകാരം ഒന്ന് എന്ത് ചെയ്തു? മതേതരത്വം, സ്ഥിതി സമത്വം എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. പിന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആമുഖത്തിൽ നിന്ന് പഠിച്ചു വയ്ക്കണേ. ആമുഖത്തിലെ ഡേറ്റ്, തുടങ്ങുന്നത്, പിന്നെ ആ ഒരു ഓർഡർ, അമെൻമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ. ഇനി ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ കുറേ പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ക്യാബിനറ്റ് മിഷനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ക്യാബിനറ്റ് മിഷനാണ്. ഇനി രൂപീകൃതമായത്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ ഡേറ്റ് 1946 ഡിസംബർ 6 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, ആദ്യ സമ്മേളനം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്ന് പറയുന്നത് 1946 ഡിസംബർ 9 രൂപീകൃതമാകുന്നത് ഡിസംബർ 6 ഫസ്റ്റ് സമ്മേളനം വരുന്നത് ഡിസംബർ 9 ഇനി അത് ഭരണഘടന നിർമ്മിക്കാനായി എടുത്തിട്ടുള്ള കാലയളവ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷം 11 മാസം 17 ദിവസം ആണ് ടോട്ടൽ ടൈം എടുത്തിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണത്തിനായിട്ട് എടുത്ത കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. പിന്നെ അംഗീകാരം ലഭിച്ചത് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 ആരാണ് അംഗീകരിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതിയാണ് 1949 നവംബർ 26 അന്ന് ആ നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് 22 ഭാഗങ്ങളിലായിട്ട് 395 വകുപ്പുകളും 8 പട്ടികകളുമാണ്. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് വരും. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു, എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ.
നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളിലായിട്ട് 395 വകുപ്പും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതാണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പഠിച്ചു വയ്ക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നിർദ്ദേശം നൽകിയത് ക്യാബിനറ്റ് മിഷൻ. സഭയുടെ രൂപീകരണം 1946 ഡിസംബർ 6, ആദ്യത്തെ സമ്മേളനം 1946 തന്നെ ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. നിലവിൽ വരുമ്പം 22 ഭാഗം, 395 വകുപ്പ്, 8 പട്ടിക. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അടുത്തത് പാർലമെൻ്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതുമാണ്. പിന്നെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉണ്ട്. മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ്. അതേപോലെ പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുണ്ട്. അതായത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് ഇന്ത്യക്കുള്ളത്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രണ്ടുപേർക്കും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അധികാരങ്ങൾ ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം ഉണ്ട്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. പാർലമെൻ്ററി ജനാധിപത്യമുണ്ട്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം ഉണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരമൊരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാക്കി കണക്കാക്കുന്നത്
എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. അപ്പം ഫെഡറലിസം എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫെഡറലിസം എന്ന് പറയുന്നത്. ആ ഒരു ഭരണ സംവിധാനത്തിനെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് പല അധികാരങ്ങളും ഉണ്ടായിരിക്കും, അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റിനും കുറേ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അധികാരങ്ങളെ വിഭജിച്ച് നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെയുള്ള ഭരണ സംവിധാനത്തിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാക്കി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 1 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ്. ഭാഗം 1 നമ്മൾ പറയുന്നത് യൂണിയനും അതിൻ്റെ ഭൂപ്രദേശത്തെ പറ്റിയിട്ടുമാണ്. 1. യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. ഭാരതത്തിൻ്റെ ഭൂപ്രദേശം, സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. ഇതാണ് ഭാഗം 1 പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം നിങ്ങൾ വായിച്ചുള്ളൂ. ഇപ്പം നമ്മൾ വായിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം, ആർട്ടിക്കിൾ 1. ഇതുപ്രകാരം ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രം എന്നത് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം 1-ാമത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്, ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഫെഡറൽ രാഷ്ട്രമാണെന്നുള്ളത് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഒരു യൂണിയനായ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്നാണ് ഭാഗം 1 പറയുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളിൽ ചിലത് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ് കേട്ടോ പറയുന്നത്. എന്തൊക്കെയാണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന ഉണ്ടായിരിക്കും. ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണ് ഉള്ളത്. ഭരണഘടനയ്ക്ക് എന്തുണ്ട്? പരമാധികാരമുണ്ട്, ഏക പൗരത്വമാണ്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ മേൽക്കൈ ആർക്കാണ്? കേന്ദ്രത്തിനാണ്. ദ്വിമണ്ഡലങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ സഭയുണ്ട്, ലോകസഭയും നിയമസഭയുണ്ട്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ട്. അർദ്ധ ഫെഡറൽ സംവിധാനം. ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പതിപ്പ് നമുക്ക് പരിശോധിക്കാം. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? അധികാര വിഭജനം. ഫെഡറൽ ഘടനയെ പറ്റി പറഞ്ഞല്ലോ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയതാണ്. അതായത് ഒരു ഭാഗത്ത് മാത്രം അധികാരം കേന്ദ്രീകരിക്കാതെ രണ്ടുപേർക്കും വിഭജിച്ച് നൽകിയിട്ടുള്ളതാണ് ഉള്ളത്. ഇനി നമ്മൾ അധികാര വിഭജനത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ്. അത് ഏത് പട്ടികയിലാണ് വരുന്നത്? 7th ആണല്ലേ, 7-ാം പട്ടികയിലാണ് വരുന്നത്. അതിൽ 3 ലിസ്റ്റുകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും
നിയമനിർമ്മാണ അധികാരം ഉണ്ടായിരിക്കാം. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 97 വിഷയങ്ങളായിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ പെടുന്ന വിഷയങ്ങളാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. ഇത് കുറേ ഉണ്ട് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ചെണ്ണം മാത്രം എക്സാമ്പിളാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പം ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ. അതൊക്കെ നമുക്ക് ഓർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടുതലും കേന്ദ്രത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ഇനി സംസ്ഥാന ലിസ്റ്റിൽ അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. നിയമനിർമ്മാണം ആരായിരിക്കും നടത്തുക? സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരായിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. ഇത് നിലവിൽ വരുന്ന സമയത്ത് 66 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സംസ്ഥാന ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് 66 വിഷയങ്ങളായിരുന്നു. അതിലുള്ള സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണമൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്. അതിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് എക്സാമ്പിളാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലുള്ളൊരു കാര്യം എടുത്തിട്ട് ചോദിക്കാം, ഇത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുക എന്നുള്ളത്. നമ്മളത് പഠിച്ചു വയ്ക്കണം. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവയൊക്കെ. ഇനി ഇതൊന്നും കൂടാതെ ഒരു അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു റെസിഡ്യൂറി പവേഴ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ മേൽ പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്നും പറയുന്നുണ്ട്. അപ്പം ഇതിൽ 3ലും പെടാത്തവയാണ് ഇത് അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും ഉണ്ടായിരിക്കുക. നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ്. അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്നൊക്കെ പറയും. അതിൽ വരുന്നൊരു കാര്യമാണ് സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിനായിരിക്കും നിയമനിർമ്മാണത്തിന് അധികാരം ഉണ്ടായിരിക്കുക. ആദ്യം 97 വിഷയങ്ങളായിരുന്നു. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ ഏതാണ്? യൂണിയൻ ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനായിരിക്കും. അതിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ, അത് അപ്ഡേറ്റ് ചെയ്യാം. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ വരുന്നത്. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരം ഉണ്ടായിരിക്കും. 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവയൊക്കെ അതിലാണ് വരുന്നത്. പിന്നെ അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അതിൽ അധികാരം വരിക. ഇവ 3ലും പെടാത്തതായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതിന് എക്സാമ്പിളാണ് സൈബർ നിയമങ്ങൾ. അപ്പം അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി അധികാരം വേർതിരിക്കലിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം അവിടെ കൊടുത്തൊരു പോർഷൻ വായിക്കാം. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാക്കും. ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്കുകളാണിത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ളൊരു പോർഷൻസാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ അധികാരം വേർതിരിച്ചിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് 3 വിഭാഗങ്ങളായിട്ടാണ്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അങ്ങനെ 3 വിഭാഗങ്ങളാണ് നമ്മുടെ അധികാരം വേർതിരിച്ചിട്ടുള്ളത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണമാണ് നമ്മളിപ്പം പറഞ്ഞത്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. മാറിപ്പോരുത് കേട്ടോ, പഠിച്ചു വയ്ക്കണം. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം,
നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെൻ്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, 3 വിഭാഗങ്ങളായിട്ട് നമ്മൾ അധികാരം വേർതിരിച്ചിട്ടുള്ളത്. അത് ഓരോന്നും എങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. ആദ്യം പറഞ്ഞത് ഏതാണ്? നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ആണ്, എന്നാലും അറിഞ്ഞിരിക്കണം. വലുപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണ സഭയെ പറ്റി പറയുമ്പം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ഏതാണ്? പാർലമെൻ്റ് ആണ്. അതേപോലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ലോക്സഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. പിന്നെ സംസ്ഥാനങ്ങളിൽ ആരായിരിക്കും നിയമം നിർമ്മിക്കുക? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് സംസ്ഥാനങ്ങളിൽ നിയമം നിർമ്മിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ. ഇവരുടെ എയിം എന്താണ്? നിയമം നിർമ്മിക്കുക, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ചുമതലകൾ? നിയമനിർമ്മാണം, പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അവരുടെ ചുമതലകളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, പിന്നെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ പാർലമെൻറ്റിൻ്റെ ചുമതലകളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 2 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യക്കുള്ളതെന്ന് പറഞ്ഞു അല്ലേ? ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ലോകസഭ. പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കണേ. എത്രയാണ് വയസ്സ്? 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്കാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുക. 25 മത്സരിക്കാനുള്ള പ്രായപരിധി. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. സഭയുടെ പരമാവധി അംഗബലം 550. നോട്ട് ചെയ്ത് വെക്കുക. 25 വയസ്സാണ് മിനിമം ഏജ് എന്ന് പറയുന്നത് മത്സരിക്കാനായിട്ട് ലോകസഭയിലേക്ക്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അതേപോലെ പരമാവധി അംഗബലം 550. എന്നാൽ നിലവിൽ 543 2023 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പം സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ധനപരമായ കാര്യങ്ങളിൽ എന്തായിരിക്കും? ആർക്കാണ് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടായിരിക്കുക? ലോകസഭയ്ക്കാണ്. രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങൾ ലോകസഭയ്ക്കായിരിക്കും. ധനബില്ലും അവിശ്വാസ പ്രമേയവും ഒക്കെ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റുകൾ
ഒന്ന് പഠിച്ചു വെക്കണം. ലോകസഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ്. ലോകസഭ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം അംഗങ്ങളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നത് നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. മിനിമം ഏജ് എന്ന് പറയുന്നത് ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് 25 വയസ്സാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷം. പരമാവധി അംഗബലം 550. അധ്യക്ഷൻ സ്പീക്കറാണ്. പിന്നെ ധനബില്ലും അവിശ്വാസ പ്രമേയവും ഒക്കെ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ഇനി രാജ്യസഭ. പാർലമെൻറ്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. നേരത്തെ നമ്മൾ ലോകസഭ എന്താണ്? പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലം എന്ന് പറഞ്ഞു. രാജ്യസഭ എന്താണ്? പാർലമെൻറ്റിലെ ഉപരിസഭയാണ്. ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. ജനസംഖ്യ ആനുപാതികമായിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? പ്രാതിനിധ്യം ലഭിക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മറ്റ് ലോകസഭയിൽ എന്തായിരുന്നു? ജനങ്ങൾ നേരിട്ടായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. രാജ്യസഭയിലാണെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോകസഭയിൽ 25 രാജ്യസഭയിൽ 30 വയസ്സ് പൂർത്തിയാക്കണം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സ്ഥിരം സഭ എന്ന് പറയുന്നത് ഏതാണ്? രാജ്യസഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇത് രണ്ടും മാറിപ്പോരുത് കേട്ടോ, പഠിച്ചു വെക്കണം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വയ്ക്കാം. ഏതാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. എല്ലാ പോയിന്റും നോട്ട് ചെയ്തു പോണേ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഇതെനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. മാറിപ്പോരുത്. രണ്ടിലും കുറേ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഈ കാലാവധിയും അംഗങ്ങളുടെ എണ്ണം, മിനിമം ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിപ്പോകാണ്ട് പഠിക്കണം കേട്ടോ. ഇപ്പോൾ രാജ്യസഭേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാർലമെൻറ്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്കാണ് എന്ത് കിട്ടുന്നത്? പ്രാതിനിധ്യമുള്ളത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. രാജ്യസഭ എന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. പിന്നെ സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പിന്നെന്താണ്? 1/3 അംഗങ്ങൾ ഓരോ 2 വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടയർഡ് ആവുന്നുണ്ട്. ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. പരമാവധി അംഗബലം 250 ആണ്. അതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പം ലോകസഭയും രാജ്യസഭയും പഠിച്ചു വയ്ക്കണം. ഇനി നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. അപ്പം ഓരോ നിയമവും ഉണ്ടായി വരുന്നതിനുള്ള ആ ഒരു പ്രൊസീജിയറാണ് ഇനി നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു നിയമത്തിൻ്റെ കരട് രൂപത്തിനെയാണ് എന്ത് പറയുന്നത്? ബില്ലെന്ന് പറയുന്നത്. ആദ്യം ബില്ലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇരു സഭകളിലും ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം അംഗീകാരം കിട്ടിയിട്ടാണ് നിയമമായിട്ട് മാറുന്നത്. ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെൻറ്റ് അംഗം അംഗീകരിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. അപ്പം ബില്ലുകൾ തന്നെ പല ടൈപ്പിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ ഗവൺമെൻറ് ബില്ല് എന്ന് പറയുന്നത്. ഇനി മന്ത്രി അല്ലാത്ത പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്.
ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ലുകൾ എന്ന് വെച്ചാൽ എന്താണ്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും അതിനെ പറ്റിയിട്ടുള്ള ബില്ലുകളാണ് ധനബില്ലുകൾ എന്ന് പറയുന്നത്. ധനബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ധനബിൽ എന്ത് ചെയ്യും? ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ധനബില്ലല്ലാത്ത ബാക്കി എല്ലാ ബില്ലിനെയും നമുക്ക് എന്ത് പറയാം? ധനേതര ബില്ലുകൾ എന്ന് പറയാം. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഇനി ഒരു ബിൽ നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യും? ബില്ലെന്ന് പറയുന്നത് നിയമത്തിൻ്റെ കരട് രൂപത്തിനെയാണ്. ഒന്നാം വായന. ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ധനബിൽ എന്താണ്? ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. അതല്ലാത്ത വേറെ ഏതൊരു ബില്ലും എന്ത് ചെയ്യാം? ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ അവതരിപ്പിക്കാം. ലോകസഭയിൽ വേണമെങ്കിൽ അതിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. ഏതിൽ അവതരിപ്പിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. അപ്പം ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യും? മന്ത്രിയോ അല്ലെങ്കിൽ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഇനി രണ്ടാം വായന എന്ന് പറയുമ്പം ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇതറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാനായിട്ട് പറ്റും. രണ്ടാം വായനയിലാണ് ആ ഒരു ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നത്. മൂന്നാം വായന എന്ന് പറയുമ്പം ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായനയിലാണ് ആ സഭ എന്ത് ചെയ്യുന്നത്? ആ ബില്ല് ഒന്നെങ്കിൽ അംഗീകരിക്കും അല്ലെങ്കിൽ നിരസിക്കുകയും ചെയ്യും. ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചതെങ്കിൽ ഈ 3 വായനയും കഴിഞ്ഞ് അവിടുന്ന് അംഗീകരിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിൽ ഇതേ പ്രൊസീജിയർ തന്നെ അവിടെയും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. 3 വായന അവിടെയും വരും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു നിയമമായിട്ട് വരുന്നത്. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. 2 സഭയിൽ നിന്നും അംഗീകാരം കിട്ടിയാൽ രാഷ്ട്രപതി അംഗീകരിക്കാനായിട്ടത് സമർപ്പിക്കും. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറും. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ബില്ല് നിയമമാവുന്നത് എന്നുള്ളത്? ആദ്യം എന്ത് ചെയ്യും? അത് ഏതെങ്കിലും ഒരു ധനബില്ലാണെങ്കിൽ അത് എവിടെയായിരിക്കും? രാജ്യസഭയിലായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക. ബാക്കിയൊക്കെ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. അപ്പം ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കും. എന്നിട്ട് അവിടുന്ന് 3 വായനകൾ വരുന്നുണ്ട്. ആദ്യം അത് അവതരിപ്പിക്കുന്നു, പിന്നെ അതിനെ ചർച്ച ചെയ്യുന്നു, പിന്നെ അതിനെ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സഭകളിലും കഴിഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. രാഷ്ട്രപതിയും അംഗീകരിച്ച് കഴിഞ്ഞാലാണ് അത് എന്ത് ചെയ്യുന്നത്? ഒരു നിയമമായിട്ട് മാറുന്നത്. ധനബില്ല് ലോകസഭയിലാണ് കേട്ടോ ആദ്യം അവതരിപ്പിക്കേണ്ടത്. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ധനബില്ലാണെങ്കിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ബാക്കി ഏത് ബില്ലും എന്ത് ചെയ്യും? നമുക്ക് ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റും. ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇനി ഭരണഘടനാ ഭേദഗതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ്, അതിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. 61ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലിക അവകാശം. 101ാം ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി നിലവിൽ വന്നു. അപ്പം ഓരോ ഭേദഗതിയും എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കേണ്ടതാണ്. 61 എന്താണ്? 18 വയസ്സ് പൂർത്തിയായാൽ വോട്ടവകാശം. 86ാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയിട്ട് മാറ്റിയത്. 101ാം ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നിട്ടുള്ളത്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടന നമ്മൾ പഠിച്ചല്ലോ, എത്രയോ കൊല്ലം മുന്നേ ഉണ്ടാക്കിയ കാര്യമാണല്ലേ. അപ്പം അതിൽ കാലാനുസൃതമായിട്ട് എന്ത് ചെയ്യും? പല പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭേദഗതി വെക്കുന്നത്. അതിലെന്ത് ചെയ്യും? അതിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണമെങ്കിലോ അല്ലെങ്കിൽ തിരുത്തലുകൾ വെക്കാനൊക്കെ ഉള്ളൊരു പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അവകാശം ആർക്കാണുള്ളത്? അധികാരം പാർലമെൻറ്റിനാണ് ഉള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. അനുച്ഛേദം 368 പ്രകാരം എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല.
ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്കും അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. ഏതൊക്കെയാണ്? 3 ടൈപ്പ് ഉണ്ട്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇവ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നോക്കണേ. ഫസ്റ്റ് വൺ, അയവുള്ള ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയൊക്കെ. അതിനെയാണ് നമ്മൾ അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. അതായത് സാധാരണ നിയമനിർമ്മാണം ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും, കേവല ഭൂരിപക്ഷത്തിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഭേദഗതി നടത്താനായിട്ട് പറ്റും. ഏതിലൊക്കെയാണ്? അതിന് എക്സാമ്പിളാണ് സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനൊക്കെ എന്ത് മതി, അയവുള്ള ഭേദഗതിയിലൂടെ ചെയ്യാൻ പറ്റും. അതിര്, പൗരത്വം, സംസ്ഥാനങ്ങളുടെ പേര്, അതിര് അവയിലൊക്കെ ഭേദഗതി വരുത്താനും പിന്നെ പൗരത്വത്തിൽ ഭേദഗതി വരുത്താനൊക്കെ അയവുള്ള ഭേദഗതി മതി. ഇനി ദൃഢമായ ഭേദഗതി എന്ന് വെച്ചാൽ ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ആദ്യത്തെ അയവുള്ള ഭേദഗതിയിലാണെങ്കിൽ കേവല ഭൂരിപക്ഷം മതിയായിരുന്നു. ദൃഢമായ ഭേദഗതിയിലാണെങ്കിൽ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അങ്ങനെ ചേഞ്ചസ് വരുത്തുന്ന മേഖല ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ എന്താണ്, ദൃഢമായ ഭേദഗതി വേണം. മാർഗനിർദ്ദേശക തത്വങ്ങൾ അവയിലൊക്കെ ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ദൃഢമായ ഭേദഗതിയുടെ പ്രക്രിയയിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിദൃഢമായ ഭേദഗതി എന്ന് വെച്ചാൽ കുറച്ചുകൂടി എന്താണ്, ദൃഢമായിട്ടുള്ളതാണ്. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയൊക്കെ അതിദൃഢമായ ഭേദഗതിയിലൂടെയുള്ളൂ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുക. അയവുള്ള ഭേദഗതിയിൽ കേവല ഭൂരിപക്ഷം മതി, സാധാരണ നിയമനിർമ്മാണം പോലെ ചെയ്യാൻ പറ്റും. ദൃഢമായ ഭേദഗതി ആകുമ്പോൾ എന്താണ്, ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. ഏതൊക്കെയാണ്? എക്സാമ്പിൾ, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അവയിലൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ദൃഢമായ ഭേദഗതിയാണ്. അതിദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പം ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും വേണം. അതിൻ്റെ കൂടെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ ഭേദഗതി വരുത്താൻ പറ്റുക. അതിൻ്റെ എക്സാമ്പിളാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയൊക്കെ. ഇപ്പോൾ 3 ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 3 തരം ഭേദഗതികളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വിഷയങ്ങളും ഭേദഗതി രീതിയും. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഏതാണ്, അയവുള്ള ഭേദഗതിയിലൂടെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ 86ാം ഭരണഘടനാ ഭേദഗതി, അതേതാണ്, ദൃഢമായ ഭേദഗതിയിലാണ് വരിക. കൺകറൻറ്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്താൻ, അത് അതിദൃഢമായ ഭേദഗതി. കാരണം കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അധികാര വിഭജനമല്ലേ അവിടെ വരുന്നത്, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള. അപ്പോൾ അതിലൊക്കെ ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം, അതിദൃഢമായ ഭേദഗതി വേണം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികൾ വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. പാർലമെൻറ്റിലെ നിയമനിർമ്മാണ പ്രക്രിയ നാം ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണത്തെ പറ്റിയാണ് നമ്മളിപ്പം പറഞ്ഞത്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗം. രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് അല്ലേ. ഇനി അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പം കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്, ഈ നിയമനിർമ്മാണ വിഭാഗം ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ നടപ്പിലാക്കുക, ഭരണനിർവഹണം എന്നിവയൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ എന്തായിട്ട് വരുന്നത്, ചുമതലയായിട്ട് വരുന്നത്. അതിലാരൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെ പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്.
ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും നിർവഹിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ് അല്ലേ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. കാര്യനിർവഹണ വിഭാഗം 2 ടൈപ്പാക്കി പറയുന്നുണ്ട്. എങ്ങനെയാണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും 2 ഡിവിഷൻസ് ഉണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ വരുന്നത്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നത്. സ്ഥിരം എക്സിക്യൂട്ടീവിൽ ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, അങ്ങനെ എംപ്ലോയീസ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ട്. നാമമാത്ര എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവും. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പം രാഷ്ട്രപതി, യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണെങ്കിലും ശരിക്കും നടപ്പിലാക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. നമ്മൾ 2 ടൈപ്പ് പറഞ്ഞല്ലോ. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, അതാണ് നോക്കുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ആരൊക്കെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പം? രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പിന്നെ സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. നോട്ട് ചെയ്ത് വയ്ക്കണേ. ആരാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്? രാഷ്ട്രപതിയാണ് ഭരണഘടനാപരം. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. ഭരണഘടനാപരമായി രാഷ്ട്രപതിക്കാണ് അതിൻ്റെ ഒരു ചുമതല അല്ലേ. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷേ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. രാഷ്ട്രപതിക്ക് എന്താണ്? വിവേചനാധികാരവും ഉണ്ട്. ഇനി രാഷ്ട്രപതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇതൊക്കെ പോയിൻ്റാക്കി എഴുതി വയ്ക്കുക കേട്ടോ. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. രാഷ്ട്രപതി ആവാനുള്ള യോഗ്യത എന്താണ്? ഏജിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്കാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതും നോട്ട് ചെയ്ത് വെക്കാം. ആരാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇതും പഠിച്ചു വയ്ക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാഷ്ട്രപതിയുടെ ചുമതലയല്ലാത്ത ഇത്. അപ്പം എന്തായാലും നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇപ്പം നോട്ട് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. അപ്പോൾ പോയിന്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. പിന്നെ മത്സരിക്കാനുള്ള യോഗ്യത 35 വയസ്സുള്ള ഇന്ത്യൻ പൗരർക്കാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത്. പിന്നെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെൻറ്റ് ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ്. പിന്നെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ് രാഷ്ട്രപതിക്ക്. പിന്നെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്? പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക.
തുടങ്ങിയവയാണ്. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണെന്നൊക്കെ ചോദിക്കാം. ആരാ? രാഷ്ട്രപതിയാണ് കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി പ്രധാനമന്ത്രിനെ പറ്റിയിട്ടും കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. പ്രധാനമന്ത്രിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്, അല്ലേ? മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പിന്നെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും പ്രധാനമന്ത്രിക്ക് പറ്റും. പിന്നെ ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. പിന്നെ കാലാവധി എത്രയാണ്? 5 വർഷക്കാലമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി. രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്കാണ്. കൺഫ്യൂഷൻ ആവരുത്, മാറിപ്പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ശരിയായത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയാനാണ്. ഒന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് തന്നെയാണ്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. കറക്റ്റാണോ? പ്രധാനമന്ത്രിയാണോ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ? അല്ലല്ലേ, നമ്മൾ പഠിച്ചതാണ്. രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. അടുത്തത് രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. കറക്റ്റാണല്ലേ, നമ്മൾ പഠിച്ചതാണ്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. അതും കറക്റ്റാണ്. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. നമ്മളിപ്പം വായിച്ചിട്ടുള്ളൂ അല്ലേ. ആരാണ്? പ്രധാനമന്ത്രിയാണോ പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ? അല്ല, രാഷ്ട്രപതിയാണ്. ഇനി ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് കറക്റ്റാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. അല്ല, രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അതും തെറ്റാണ്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. ഇതിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ പരിശോധിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഈ കാര്യനിർവഹണത്തിൽ കൂടുതൽ പങ്കുവഹിക്കുന്നത് ആരാണ്? ഈ മന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ്. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ സ്ഥിര കാര്യനിർവഹണ വിഭാഗം, രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്താണെന്നാണ് നോക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാവരും കൂടെ കൂടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകിയാൽ ഇവരെ സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്ഥിരകാര്യ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്, അതേപോലെ ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിന് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വെച്ചാൽ ഇങ്ങനെ ഗവൺമെൻറ് എംപ്ലോയീസ് മത്സര പരീക്ഷ എഴുതി പാസ്സായി ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അവർക്ക് ഒരു ഏജ് ഉണ്ടല്ലോ, അതായത് അവരുടെ
റിട്ടയർമെൻറ്റ് കാലം വരെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്തു പറയുന്നത്, സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് ഇവരെ വിളിക്കുന്നത്. ആരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി നമ്മൾ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പറഞ്ഞു, ഇനി ജുഡീഷ്യറി. നീതിന്യായ വിഭാഗം. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. ഫസ്റ്റ് പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗത്തിൽ എന്താണ്, അവർ നിയമം നിർമ്മിക്കുകയാണ്. പിന്നെ കാര്യനിർവഹണ വിഭാഗത്തിലാണെങ്കിൽ അവർ ഈ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും ഭരണഘടന അനുസൃതമായിട്ടാണോ നടപ്പിലാക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നതാണ് നീതിന്യായ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. നോട്ട് ചെയ്ത് വെക്കുക, ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണ്. നോട്ട് ചെയ്ത് വെക്കണേ. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വിഭാഗം അനിവാര്യമാണ്. ഇനി അവിടെ കൊടുത്തിട്ടുള്ളൊരു പിരമിഡ് നിങ്ങൾ നോക്കുക, അതിൻ്റെ അടുത്ത് കൊടുത്ത് നോക്കാം. നോക്കൂ അമ്മു, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. അല്ലേ? ആ ഒരു പിരമിഡ് നോക്കിയാൽ അറിയാം. ഏറ്റവും മുകളിൽ ആരാണുള്ളത്? സുപ്രീം കോടതിയാണ്. അതിന് താഴെ ഹൈക്കോടതികൾ, പിന്നെ ജില്ലാ കോടതികൾ, ഏറ്റവും ലാസ്റ്റാണ് കീഴ്ക്കോടതികൾ വരുന്നത്. അപ്പം മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? കോടതികളുടെ എണ്ണം കുറയുകയും അധികാരം കൂടുകയും ചെയ്യുകയാണല്ലേ. ഏറ്റവും അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. താഴേക്ക് വരുന്തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഏറ്റവും അധികാരമുള്ളതാണ് സുപ്രീം കോടതി. അതിൻ്റെ അണ്ടറിലാണ് ഹൈക്കോടതികൾ വരുന്നത്. അതിൻ്റെ അണ്ടറിൽ ജില്ലാ കോടതികൾ, അതിൻ്റെ അണ്ടറിലാണ് കീഴ്ക്കോടതികൾ വരുന്നത്. സുപ്രീം കോടതി. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക, സുപ്രീം കോടതി നിലവിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1950 ജനുവരി 28. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. അതും നോട്ട് ചെയ്ത് വെക്കണേ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സ് വരെയാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതേപോലെ രാജി സമർപ്പിക്കുന്നതും ആർക്ക് മുന്നിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെയും പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലകൊള്ളുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഒന്ന്, ഉദ്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉദ്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. പിന്നെ അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. പിന്നെ ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. പിന്നെ റിട്ട് അധികാരമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണുള്ളത്. പിന്നെ പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ്
നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. അതായത് പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്, അതേപോലെ കാര്യനിർവഹണ വിഭാഗം അത് ഈ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുമുണ്ട്. ഇവയൊക്കെ എന്താണ്, ഭരണഘടനാ സാധുത, അതായത് ഭരണഘടനയിൽ പറയുന്ന എന്തെങ്കിലും കാര്യത്തിനെതിരായിട്ടുള്ളതാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്, അതായത് സുപ്രീം കോടതിക്ക് അവലോകനം ചെയ്യാൻ പറ്റും. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഭരണഘടനാപരമായ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനോ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാനും സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അത് ആ ഒരു പ്രത്യേക അധികാരത്തിനാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാരപ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡയഗ്രം കൊടുത്ത് നോക്കാം. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെൻറ്റ് പോലുള്ള ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് കഴിയും. അതായത് ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെൻറ്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും, പാർലമെൻറ്റിന് പറ്റും, നിയമനിർമ്മാണ വിഭാഗത്തിന്. നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കുവാൻ സാധിക്കും. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിനെ പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. അങ്ങനെ ഇവർ 3 പേരും എന്താണ്, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഒരു കൺട്രോളിൽ വരുന്ന കാര്യങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ചൊരു ലെങ്തി ചാപ്റ്ററാണ്, പക്ഷെ എന്നാലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം നമുക്ക് ഡിപ്പെൻസ് ഒരു 5 മാർക്കാണ് വരുന്നതെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ എക്സാംസിനും അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക. എപ്പോഴും ഒറ്റ പ്രാവശ്യം വീഡിയോ കണ്ടാൽ മതി, പിന്നെ നിങ്ങൾക്ക് ആ നോട്ട്സ് വെച്ചിട്ട് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇനി കുറേ PSC എക്സാംസൊക്കെ വരാനിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നല്ലോണം പഠിക്കുമ്പം ക്ലാസ്സസും കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്താം. SCERT കണ്ടൻറ്റുകൾ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.